ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथां वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुदे देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। कृष्ण त्वदीय पद पंकज पंजरांधम अद्वैव मे विशतु मानस राजहंसा प्राण प्रयाण समये कपवात पित्ते कंठावरोधन विदो स्मरणं कुदस्ते। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. ഇപ്പോൾ മുകുന്ദ മാനസൂത്ര 45-ാമത്തെ ശ്ലോകം നമ്മൾ എടുക്കുന്നത്. ധാരാവരാകരവരസുധാ തേ തനുജോ വിരിഞ്ചി സ്തോതവേദസ്തവ സുരാഗണ ഭൃത്യവർഗ പ്രസാദ മുക്തിർമായ ജഗദവ അവികലം താവകീ ദേവകീ തേ മാതാമിത്രം ബലരിപോസുത തത്വദ് അന്യം ന ജാനേ. ഹരേ കൃഷ്ണ. സുഭാഷിണി മാതാജി. വിവർത്തനാണോ വായിക്കണ്ടേ പ്രഭു? അല്ല, ശ്ലോകം. ധാരാവാര കരവര സുതാതേ തനുജോ വിരിഞ്ചി സ്തോതാ വേദസ്തവ സുരഗണ ഭൃത്യവർഗ പ്രസാദ മുക്തിർമായാ ജഗദ വികലം താവകീ ദേവകീ മാതാമിത്രം ബലരിപുസുതത്വദന്യം ന ജാനേ. ഹരേ കൃഷ്ണ. നിഷ മാതാജി. ഹരേ കൃഷ്ണ. ധാരാവാരകവരസുതാ തേ തനൂജോ വിരഞ്ചി സ്തോതോദ്വേദസ്തവ സുരഗണാ ഭൃത്യവർഗ പ്രസാദ മുക്തിർനർമ്മയാ ജഗത് അവികലം താവകീ ദേവഗീതേ മാതാമിത്രം ബലരിപുസുതസ്തത്വദ് അന്യം ന ജാനേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ മലയാളത്തിൽ മാതാജി. അങ്ങയുടെ പത്നി സമുദ്രതനയയാണ്. ബ്രഹ്മാവ് അങ്ങയുടെ പുത്രനും വേദങ്ങൾ അങ്ങയുടെ സ്തുതി പാഠകരുമാണ്. ദേവന്മാർ അങ്ങയുടെ സേവക വർഗവും. മുക്തിയാണ് അങ്ങയുടെ അനുഗ്രഹം. ഈ പ്രപഞ്ചം അങ്ങയുടെ മായാജാലവുമാണ്. ശ്രീമതി ദേവകി താങ്കളുടെ മാതാവും അർജുനൻ മിത്രവുമാകുന്നു. ഈ കാരണങ്ങളാൽ എനിക്ക് അങ്ങയിലല്ലാതെ മറ്റൊരാളിലും താല്പര്യമില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. Your wife is the beautiful daughter of the ocean and your son is Lord Brahma. Vedas are your panegyrists. The demigods comprise your company of servants and liberation your benediction. While this entire universe is a display of your magic power, Srimati Devaki is your mother. Arjuna, the son of Indra, is your friend. For these reasons, I have no interest in anyone but you. Okay. ഭഗവാന്റെ ആ പൊസിഷൻ ഇവിടെ പറഞ്ഞു തരാണ് കുലശേഖര. എനിക്ക് വേറെ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങയിൽ മാത്രം. അവരെല്ലാം, അതായത് ലക്ഷ്മി ദേവി, ബ്രഹ്മാവ്, അർജുനൻ, മദർ ദേവകി, ഇവരെല്ലാം പൊസിഷൻ എന്താണ്? എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാനാണ് അൾട്ടിമേറ്റ് ഷെൽട്ടർ എന്ന് നമുക്ക് പറഞ്ഞു തരാണ് ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, ഫോർ ദീസ് റീസൺസ് ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ എനി വൺ ബട്ട് യു. ഇവരെല്ലാം എനിക്ക് ആരും താല്പര്യമില്ല. കാരണം എല്ലാവരുടെയും ഷെൽട്ടർ, ആശ്രയം ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലേ?
അപ്പോൾ അവരെ ആശ്രയിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഏതൊരു വ്യക്തിയാണോ മറ്റൊരാളുടെ ആശ്രയത്തിൽ ജീവിക്കുന്നത്, അവരെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ഷെൽട്ടർ ആരാണ്, അവരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കല്ല ചെയ്യുന്നത്. അവർക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കണം, ആദരവ് കൊടുക്കണം. പക്ഷെ അൾട്ടിമേറ്റ് ഷെൽട്ടർ ആരാണ്? ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ എനി വൺ ബട്ട് യു. അതായത് എൻ്റെ അൾട്ടിമേറ്റ് ഷെൽട്ടറായിട്ട് ഞാൻ ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ്, ആ തലത്തിൽ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്. അവരെ അതിനനുസരിച്ച് നമ്മൾ ആദരിക്കണം. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ് ഷെൽട്ടർ, ഫോർ എക്സാമ്പിൾ ദ്രൗപദി, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഒരുപാട് ബലവാന്മാരായിട്ടുള്ള 5 പഞ്ചപാണ്ഡവന്മാരുണ്ടായിരുന്നു, ഭീഷ്മ പിതാമഹരുണ്ടായിരുന്നു, അസംബ്ലിയിൽ ദ്രോണാചാര്യരുണ്ടായിരുന്നു, ധൃതരാഷ്ട്രനുണ്ടായിരുന്നു, കൃപാചാര്യരുണ്ടായിരുന്നു. ഇവരെല്ലാം ബലവാന്മാരാണ്. ഇവരെല്ലാം ആരെ ആശ്രയിച്ച് ജീവിക്കുന്ന? അവരൊന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, അവരെല്ലാം ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ അൾട്ടിമേറ്റ് ഷെൽട്ടർ എടുക്കാൻ പാടില്ല, അതിലർത്ഥമില്ല. അപ്പോൾ ദ്രൗപദി ആദ്യം ഇവരെല്ലാം സമീപിച്ചുവെങ്കിലും കൂടിയിട്ട് ദ്രൗപദിക്ക് അവിടെ ഷെൽട്ടർ കിട്ടിയില്ല. അല്ലെ, ആർക്കാണ് ഷെൽട്ടർ കൊടുക്കാൻ, ആശ്രയം കൊടുക്കാൻ കഴിഞ്ഞത്? ഭഗവാന് മാത്രം. അപ്പോൾ നമ്മളുടെ ഏതൊരു പ്രശ്നത്തിലും ഏതൊരു ബുദ്ധിമുട്ടിലും നമ്മൾ അൾട്ടിമേറ്റ്ലി ആശ്രയിക്കേണ്ടത് ആ പരംപുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെയാണ് ആണ് ഇവിടെ പറയുന്നത്. So even an ordinary man may have a daughter and a son. Yes, a famous man will have so many people praising him, or he may hire press agents to do so. And a powerful political leader will have less powerful political figures as his official servants. Supreme Personality of Godhead is also a person, and therefore he also has family members as well as servants, friends, and praises. Since the absolute truth is the source of everything, Janmadhyasya Yatha, we should not think he lacks anything we see in the material world. But when the Supreme Lord Krishna manifests personal relationship, they are not ordinary. His wife, friends, servants, and praisers are all liberated souls, his personal energies or expansions of himself. അപ്പോൾ നമ്മുടെ ഒരു ഭൗതിക തലത്തിൽ നോക്കിയാലും നമുക്ക് ഒരുപാട് നമ്മളുടെ സന്ധുബന്ധുക്കളിലും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലും ഒക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള നല്ല കഴിവും കാര്യങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതേപോലെ ഭഗവാന്റെ എൻഡോറേജിലും ഭഗവാന്റെ സെർവൻസിനും ഒരുപാട് അങ്ങനത്തെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആയിരിക്കും. പക്ഷേ ഭഗവാനാണ് ഇവർക്കെല്ലാം ശരണം കൊടുക്കുന്നത്, ഷെൽട്ടർ കൊടുക്കുന്നത്. അപ്പം ആ ഭഗവാൻ അല്ലാണ്ട് എനിക്കും വേറൊരു ശരണമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ലോർഡ് ശ്രീകൃഷ്ണ മാനിഫെസ്റ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാനും ഒരു എൻഡോറേജിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അവരും ഓർഡിനറി ആയിട്ട് കാണാൻ പാടില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ശരണം തരുന്നത് ഭഗവാനാണ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ പേഴ്സണൽ എനർജിയാണ്, അല്ലെങ്കിൽ വിസ്താരണമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷെ നമ്മളുടെ അൾട്ടിമേറ്റ് ഷെൽട്ടർ ഭഗവാനാണ്. ആ ഭഗവാനിലൂടെ എനിക്ക് വേറെ ആരെയും സ്മരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. So people doubt that God can have a father, mother, wife, or special friend. Some say that this relationship compromise the impartiality and unchangeability of the Supreme. But the Lord's transcendental relationship with his eternal associates do not compromise him in any way. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആ ബന്ധം, അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനെ ഒരിക്കലും അത് താഴ്ത്തുന്നില്ല, ഉയർത്തുന്നില്ല. അദ്ദേഹം എപ്പോഴും എന്താണ്? സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. അദ്ദേഹം പൂർണ്ണമാണ്. ഭഗവാനിന് എത്ര തന്നെ പൂർണ്ണമായിട്ടുള്ള ആ യൂണിറ്റ്സ് വന്നാലും ശരി, ഭഗവാൻ എപ്പോഴും കംപ്ലീറ്റും പെർഫെക്റ്റും ആണ്. ഭഗവാൻ ഒരിക്കലും കുറയുന്നില്ല. അതായത് സ്പിരിച്വൽ മാത്തമാറ്റിക്സ് പറഞ്ഞാൽ 1 + 1 = 1, 1 - 1 = 1. മെറ്റീരിയൽ മാത്തമാറ്റിക്സ് പോലെയല്ല. മെറ്റീരിയൽ മാത്തമാറ്റിക്സ് 1 + 1 2 ആവുന്നു, 1 - 1 0 ആവുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭഗവാനിന് എത്ര തന്നെ യൂണിറ്റ്സ് വന്നാലും ശരി, ഭഗവാൻ പൂർണ്ണമാണ്. എത്ര തന്നെ തിരിച്ചു പോയാലും ശരി, ഭഗവാൻ അപ്പോഴും പൂർണ്ണമാണ്. പൂർണ്ണം ഏവ അവശേഷ്യതയിലെ.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശേഷിക്കും. പൂർണ്ണം എപ്പോഴും ബാക്കി വന്നാലും എത്ര കൊടുത്താലും എത്ര എടുത്താലും അത് എപ്പോഴും പൂർണ്ണമാവുന്നു. Lord Krishna does not actually need any of his friends, wives, and so on, but he allows them to associate with him intimately because he is always pleased to reciprocate with loving devotees. ഭഗവാന് ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ ആവശ്യമില്ല സന്തോഷത്തിന് വേണ്ടിയിട്ട്, തൃപ്തിക്ക് വേണ്ടിയിട്ട്, സന്തുഷ്ടിക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഭഗവാൻ എന്താണ്? ആത്മാറാം, സെൽഫ് സഫിഷ്യൻ്റ്, സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഭഗവാന്റെ ഡിവോട്ടീസ് ആയിട്ടും ഭഗവാന്റെ സെർവൻസ് ആയിട്ടും ഭഗവാന്റെ ആദാൻ പ്രദാൻ, ആ റെസിപ്രോക്കൽ ഡീലിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ഭക്തന്മാരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ ആത്മാറാമാണ്, സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ ആവശ്യമില്ല. കാരണം ഭഗവാന്റെ പാർട്ട് പാസറാണ് എല്ലാവരും. അപ്പോൾ എക്സ്റ്റേണൽ ആവുന്നില്ല. ഇപ്പൊ എൻ്റെ കയ്യെ എൻ്റെ ഈ ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യെ ഞാൻ എന്താഗ്രഹിക്കുന്നു അതനുസരിച്ചിട്ടാണ് എനിക്ക് സേവ ചെയ്യുന്നത്, അല്ലേ? മറ്റൊരുവന്റെ കൈയാണെങ്കിൽ അത് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് സേവ ചെയ്യില്ല. പക്ഷെ ഇവിടെ എല്ലാം ഭഗവാന്റെ പാർട്ട് പാസറാണ്. ഇപ്പോൾ അന്യനായിട്ട് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും ഭഗവാന് അന്യനായിട്ടൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. പക്ഷെ നമ്മൾ ജീവാത്മാക്കൾക്ക് അങ്ങനെയല്ല. നമ്മൾ ലോക്കലൈസ്ഡാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ ആ മനസ്സ്, അവരുടെ ശരീരം, അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ബീയിങ്സ് ആണ്. പക്ഷെ ഭഗവാൻ പരമാത്മാവാണ്, എല്ലാവരുടെയും അധിപനാണ്, എല്ലാവരുടെയും പ്രൊപ്പറേറ്ററാണ്, എല്ലാവരുടെയും കൺട്രോളറാണ്, എല്ലാവരുടെയും എൻജോയറാണ്. അതുകൊണ്ട് ഭഗവാന് അന്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇൻഡിവിജ്വൽ സോള് ലോക്കലൈസ്ഡ് ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല മറ്റൊരു വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ആയിട്ട് ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അംഗങ്ങളാണ് നമ്മളെല്ലാം. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അംഗങ്ങളാണ് കയ്യ്, കാല്, കണ്ണ്, മൂക്ക്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എൻ്റെ ഈ ഹോൾ ബോഡിക്ക് വേണ്ടി എങ്ങനെ സേവനം ചെയ്യുന്നു, അതേപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ആ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലോർഡ് കൃഷ്ണ ഡസ് നോട്ട് ആക്ച്വലി നീഡ് എനി ഓഫ് ഹിസ് ഫ്രണ്ട്സ്, വൈഫ്സ് ആൻഡ് സോ ഓൺ, ബട്ട് ഹി അലൗസ് ദം ടു അസോസിയേറ്റ് വിത്ത് ഹിം ഇന്റിമേറ്റ്ലി because he is always pleased to reciprocate with the loving devotees. തൻ്റെ പാർട്സ് ആൻഡ് പാർസലിന് ആസ്വാദനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദാൻ പ്രദാൻ റെസിപ്രോക്കൽ ഡീലിങ്സ് ഭഗവാൻ ചെയ്യും. ഭഗവാൻ എന്താണ്? സെൽഫ് സഫിഷ്യൻ്റ് ആണ്, അല്ലേ? സർവജ്ഞമാണ് ഭഗവാൻ. സർവജ്ഞം പറഞ്ഞ എന്താണ്? സർവവ്യാപിയാണ്, എല്ലാ ദിക്കിലുണ്ട്, എല്ലാ അറിവുണ്ട്, പിന്നെ എല്ലാ പൊട്ടൻസിയും ഉണ്ട്, സർവശക്തിമാനുമാണ്. അപ്പം ആ ഭഗവാന്റെ അല്ലാതായിട്ട് ഒരാളുമില്ല ഇവിടെ ഈ പ്രപഞ്ചത്തിൽ. That the Lord's associates are not ordinary is proved by the fact that they often undergo extreme austerities or great sacrifice to become his friends or parents. ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാന്റെ ഇൻറ്റിമേറ്റ് അസോസിയേഷൻ എങ്ങനെ ആയിത്തീരുന്നത്? അത്രയും തപസ് ചെയ്തിട്ട് ഓസ്റ്ററിറ്റീസ് എടുത്തിട്ടാണ് ഭഗവാന്റെ ആ ഭക്തവൃന്ദത്തിൽ വരിക. ഭക്തന്മാരുടെ ആ കൂട്ടത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. അത്രയും തപസ് ഓസ്റ്ററിറ്റീസ് എടുത്ത ശേഷം മാത്രമാണ് ഭഗവാന്റെ ആ ഇന്നർ സർക്കിളിൽ നമുക്ക് വരാൻ പറ്റും. ദേവകിയായാലും ശരി, വസുദേവരായാലും ശരി, അർജുനായാലും ശരി, ഇവരെല്ലാം ഇന്നർ മോസ്റ്റ് സർക്കിളിലാണ് ഭഗവാന്റെ. ആ വലയത്തിൽ വരുന്നുണ്ടെങ്കിൽ, ആ സർക്കിളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ ഒരുപാട് ഓസ്റ്ററിറ്റീസ് എടുക്കേണ്ടി വരും.
അപ്പോൾ ഈവൻ ഭൗതിക തലത്തില് ഒരു ചീഫ് മിനിസ്റ്ററുടെ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ആ ഇന്നർ സർക്കിളില് എൻടൂറേജിൽ വരണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരു സെക്രട്ടറി ആവുക, അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആവുക, അല്ലേ? അവിടെ എത്തിക്കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. വി ഷുഡ് ഹാവ് ദ ക്വാളിഫിക്കേഷൻ. അതേപോലെ ഭഗവാന്റെ ഇന്നർ സർക്കിളിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള യോഗ്യത വേണം. ആ യോഗ്യത എങ്ങനെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും? അതിന് ഓസ്റ്ററിറ്റീസ്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തപസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. എക്സ്ട്രീം ഓസ്റ്ററിറ്റീസ് ഓർ ഗ്രേറ്റ് സാക്രിഫൈസസ് ടു ബിക്കം ഹിസ് ഫ്രണ്ട്സ് ഓർ പാരൻസ്. നമുക്കറിയാം ദേവകി മാതാവും വസുദേവരൊക്കെ ഒരുപാട് ഓസ്റ്ററിറ്റീസ് എടുത്തിട്ടുണ്ട് ഭഗവാനെ മകനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? യശോദ മാതാ ഓസ്റ്ററിറ്റീസ് എടുത്തിട്ടുണ്ട് ഭഗവാനെ ഉണ്ട്. അതേപോലെ കപിലദേവനെ കിട്ടാൻ വേണ്ടിയിട്ട് ദേവഹൂതി, പിന്നെ ആരാണ്? കർദമമുനി ഓസ്റ്ററിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഭഗവാന്റെ ഇന്നർ സർക്കിൾ വരണം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അത്രയും ഓസ്റ്ററിറ്റീസ് എടുക്കണം. അതിഥിരെ മകനായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിഥിര മകനായിട്ട് ആരാണ് വന്നത്? അപ്പൊ അവരൊക്കെ എത്ര ഓസ്റ്ററിറ്റീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്നർ സർക്കിളിൽ വരാന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികൾക്ക് പറ്റുന്നതല്ല. സോ വി ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് ഡിവോഷൻ സർവീസ്. ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അപ്പൊ നമുക്ക് മറ്റുള്ള ആ ഭക്തന്മാരുടെ ആ കൂട്ടത്തിൽ നമുക്കും വരാൻ പറ്റും. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പറയുന്നത്. കൗസല്യയും ദശരഥനും ഇവർ തന്നെയാണോ? അത് പറയുന്നുണ്ട്, പക്ഷെ അതിൽ ശാസ്ത്രീയ എവിഡൻസും എനിക്കറിയില്ല മാതാജി. അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അത് അതിന്റെ ശാസ്ത്രീയ എവിഡൻസ് എനിക്കറിയില്ല. അങ്ങനെ രാമായണം വായിച്ചപ്പോ അതിൽ കണ്ടു വരി, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്. അതിനോട് എന്തെങ്കിലും എഴുതി ചോദിച്ചാൽ അറിയില്ല. കാരണം നമ്മൾ ഇതിലിപ്പോ 3 തവണയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ദേവകിയും വസുദേവരും 3 സമയം അവരുടെ പുത്രനായിട്ട് ജനിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രൂഫ് എവിഡൻസ് എനിക്കറിയില്ല. ആയിരിക്കാം, കാരണം വെച്ചാൽ ഭഗവാന്റെ പാരന്റ്സ് അല്ലേ. രാമായണത്തിൽ അങ്ങനെ ഉണ്ടോ മാതാജി? രാമായണത്തിൽ വായിച്ചപ്പോ ഉണ്ട് വരി. ഏത് രാമായണമാണ് വായിച്ചത്? നമ്മുടെ തുഞ്ചത്തെഴുത്ത് അധ്യാത്മ രാമായണം. മലയാളം ആയിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രൂഫ് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്, പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അസോസിയേറ്റ് വിത്ത് ഹിം ഇന്റിമേറ്റ്ലി ബിക്കോസ് ഹി ഈസ് ഓൾവേസ് പ്ലീസ് ടു റെസിപ്രോക്കേറ്റ് വിത്ത് ലവിംഗ് ഡിവോട്ടീസ്. That the Lord's associates are not ordinary is proved by the fact that they often undergo extreme austerities or great sacrifices to become his friends or parents. For example, Vasudeva and Devaki, who took the role of Krishna's father and mother, executed many lifetimes of austerity in preparation. ഞാൻ പറഞ്ഞില്ലേ 3 ടൈമാണ്, 3 സമയത്ത് ഭഗവാൻ അവരുടെ മകനായിട്ട്. ആരൊക്കെയാണത്? ആദ്യമാരാണ് അതെ. ഓക്കെ, രണ്ടാമത്തത് ഓക്കെ, പിന്നെ യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുന്ന ഓസ്റ്ററിറ്റി എക്സിക്യൂട്ടഡ് many lifetimes of austerity in preparation. Soon after his birth, Krishna described to them what they had undergone in a previous life to receive the benediction of having him as their son. Okay? കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവരോടും ദേവകിയോടും പറഞ്ഞു. അവർക്ക് ഓർമ്മയില്ല, അവരുടെ മുമ്പത്തെ ജന്മത്തിൽ അവർ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭഗവാനെ മകനായിട്ട് വേണം എന്ന് 3 തവണ അവർ പ്രാർത്ഥിച്ചു. പറഞ്ഞപ്പോൾ 3 തവണ ഭഗവാനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ മകനായിട്ട് വന്നു എന്ന് പറയുന്നു. So both of you practice severe austerities for 12,000 years.
by the calculation of the demigods. അപ്പൊ നമ്മളുടെ 12,000 വർഷമല്ല. ദൈവവർഷം. ദേവന്മാരുടെ. During that time, your mind was always absorbed in me. When you were executing devotional service and always thinking of me within your heart, I was very much pleased with you. അപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ നാമത്തിൽ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഭഗവാൻ മകനായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ തപസ് ചെയ്തപ്പോൾ അവർക്ക് ഭഗവാനെ മകനായിട്ട് 3 ലൈഫ് ടൈംസിൽ കിട്ടി. O sinless mother, your heart is therefore always pure. At that time, I also appeared before you in this form just to fulfill your desire. And I asked you to ask whatever you decide. At that time, you wish to have me born as your son. Krishna, the Supreme Personality of Godhead, purport 45 ഇത് പ്രഭാത എഴുതിൻ്റെ അതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് സത്സ്വരൂപ് ദാസ് ഗോസ്വാമി മഹാരാജ്. അപ്പോൾ അവരുടെ ഇൻറ്റൻസ് പ്രേയേഴ്സ് കാരണമാണ് ഭഗവാൻ ചലിച്ച ഉടനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവരുടെ ഓസ്റ്റെറിറ്റീസും എന്ത് കാരണമാണ് ഭഗവാൻ ഇവരുടെ മകനായിട്ട് വരാൻ കാരണം, അതിൻ്റെ മുമ്പത്തെ 2 ജന്മം ആരായിരുന്നു വരെ ഇതെല്ലാം കാരണം അവർക്ക് മറവി ഭഗവാനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ സ്മരണ കൊടുത്തു. ഞാൻ നിങ്ങളുടെ മുൻപത്തെ 2 ജന്മത്തിലും മകനായിട്ട് ജനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ 3ാമത്തെ തവണയാണ് ഞാൻ ഇപ്പോൾ മകനായിട്ട് ജനിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. So in his spiritual kingdom, the Supreme Lord eternally enjoys loving relationship with his personal associates, but is also present in all nooks and crannies of the material universe and in everyone's heart. അപ്പോൾ ഭഗവാൻ ഒരേ സമയത്ത് തന്നെ ഭഗവത് ധാമിലുണ്ട്, അതേസമയം തന്നെ ഭൗതിക ലോകത്തിലെ പല ലീലകളും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ഭക്തന്മാരുടെ കൂടെ ഇവിടെയുണ്ട്. ഒരേ സമയത്ത് നമുക്കത് സാധിക്കുമോ? ഒരേ സമയത്ത് 2 വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? 2 റൂമിൽ നിൽക്കാൻ പറ്റുമോ? എല്ലാവരുടെ ഹൃദയത്തിനും ഭഗവാനുണ്ട്. സെയിം ഭഗവാൻ, ഒരു വ്യത്യാസമില്ല. ജീവാത്മാക്കൾക്ക് ഒരു ശരീരത്തിന് മാത്രമേ നിൽക്കാൻ പറ്റൂ, ലോക്കലൈസ്ഡാണ്. ഈവൻ സിദ്ധിപുരുഷന്മാർ അവർക്ക് വേണമെങ്കിൽ 9 ഫോമായിട്ട് എക്സ്പാൻഡ് ചെയ്യാന്ന്. സിദ്ധിപുരുഷന്മാർ മെറ്റീരിയൽ സിദ്ധി ഉള്ള ആൾക്കാർക്ക് 9 എക്സ്പാൻഷനായിട്ട്. കർദമുനിയാണ് അങ്ങനെ 9 ഫോമായിട്ട് എക്സ്പാൻഡ് ചെയ്തത്. അങ്ങനെ സിദ്ധിപുരുഷന്മാർക്കൊക്കെ പറ്റും. ഭൗതിക തലത്തിലുള്ള സിദ്ധി ആർജിച്ചെടുത്ത അവർക്ക് അങ്ങനെ വല്ല അനിമ, മഹിമ, പ്രാപ്തി ഇങ്ങനെയുള്ള ഒരുപാട് സിദ്ധികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് സാധിക്കും. പക്ഷെ എന്താണ് അവർക്ക് ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ അത് മാത്രമാണ് മറ്റേ ഫോമും ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റഡ് ആണ് അവരുടെ കഴിവ്. ആ ഒറിജിനൽ വ്യക്തി എന്താണോ ചെയ്യുന്നത് അതായിരിക്കും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും എക്സ്പാൻഷൻ ചെയ്യുന്നത്. പക്ഷെ ഭഗവാന്റെ കാര്യം എങ്ങനെയാണോ? ഭഗവാൻ 16,108 കൊട്ടാരങ്ങളിൽ 16,108 റാണിമാരുടെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നാരദ മഹർഷി ദ്വാരകയിൽ ഭഗവാനെ കാണാൻ പോയി. ആദ്യത്തെ കൊട്ടാരത്തിൽ പോയി ഭഗവാൻ രുക്മിണിയായിട്ട് സല്ലപിച്ചിരിക്കുന്നു. 2ാമത്തെ കൊട്ടാരത്തിൽ പോയി അവിടെ ചൂത് കളിച്ചിരിക്കുന്നു. 3ാമത്തെ ഇതിൽ അവിടെ വഴക്കടിച്ചിരിക്കുന്നു. 4ാമത്തെ വേറെ കാര്യങ്ങൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ വ്യത്യാസം. ഭഗവാനും നമ്മൾ ഒന്നല്ല. നമ്മുടെ ആ മാക്സിമം പറഞ്ഞില്ലേ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പം ഭഗവാന്റെ അതായത് എക്സ്പാൻഷൻസ്, വിഭൂതി, വിലാസങ്ങൾ, ഇപ്പോൾ ഭഗവാന്റെ സ്വാംശ അല്ലെങ്കിൽ എന്താ പറയുക തത് ഏകാത്മ രൂപ അങ്ങനെയുള്ള ആ എക്സ്പാൻഷൻസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഇതിലാണ്. ചിലത് സെയിം ഫീച്ചറിലായിരിക്കും, ചില ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറായിരിക്കും. സ്വരൂപ സ്വാംശത്തിൽ 2 ഉണ്ട്. ഏകാത്മരൂപ അല്ലെ, അതിൽ സ്വാംശമുണ്ട്. അതേപോലെ എന്താ പറയുക വിഭാവം അല്ലേ, ഓർമ്മയില്ല.
ആ വൈഭവ പ്രകാശം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. അതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും ആണ് ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഭഗവാൻ ഏത് തരത്തിലും ചെയ്യാൻ പറ്റും. നമുക്ക് അത് നടക്കില്ല. നമ്മൾ ജീവാത്മാ ലോക്കലൈസർ ആണ്. എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതും ഒരു ലിമിറ്റ് വരെ. എല്ലാം അറിയില്ല, എല്ലാം അറിയാനുള്ള കഴിവില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എല്ലാ ആത്മാവിലും, അല്ല, എല്ലാ ആത്മാവിൻ്റെ കൂടെയും ജീവാത്മാവിൻ്റെയും കൂടെയും ഭഗവാനുണ്ട്. എല്ലാം ആറ്റംസിലും ഉണ്ട് ഭഗവാൻ, എല്ലാ അണുക്കളിലും ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ ആൾ പെർവേസീവ് ആണ്. ഏത് കോണിലും, ഏത് മുക്കിലും, ഏത് കോണിലും എന്ത് നടക്കുന്നു എന്ന് ഭഗവാൻ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ നടക്കുന്നത് മാത്രമേ അറിയുമ്പോൾ അതും പൂർണ്ണമായിട്ടും അറിയുന്നില്ല. ഒരു ലിമിറ്റ് വരെ ഉള്ളൂ. ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ അപ്പോൾ പറയുന്ന ഡ്യൂറിങ് ദാറ്റ് ടൈം നമ്മൾ വായിച്ചു അല്ലേ? ഓക്കെ. In his spiritual kingdom, the Supreme Lord eternally enjoys loving relationship with the personal associates, but is also present in all nooks and crannies of the middle universes and in everyone's heart. അപ്പോൾ ജഡവസ്തുക്കളിലും ഭഗവാനുണ്ട്. ജഡവസ്തു എന്ന് പറഞ്ഞാൽ നിർജീവമായിട്ടുള്ളത്, അത് ജീവാത്മാവില്ല അവിടെ. ജീവാത്മാവ് ലിവിങ് ആയിട്ടുള്ള ആ ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെ, ജഡവസ്തുവിന് ജീവാത്മാവില്ല. ജഡവസ്തുവിന് പരമാത്മാവുണ്ട്. ഇപ്പൊ ലിവിങ് ബീങ്സ് രണ്ട് ആത്മാവുണ്ട്, ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. ജഡവസ്തുക്കളിൽ ആരാണുള്ളത്? പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവാത്മാവിന്റെ കൂടെ നിൽക്കുന്ന പരമാത്മാവിനെ എല്ലാ ദിക്കിലും എന്ത് നടക്കും എന്ന് അറിയാൻ പറ്റും. പക്ഷെ ജീവാത്മാവിന് ആ ലോക്കൽ ബോഡിയിൽ നടക്കുന്നത് മാത്രമേ അറിയാൻ പറ്റൂ. പരമാത്മാവിനെല്ലാം അറിയാൻ പറ്റും. Everyone's heart. In this way, his influence is spread throughout all existence, both spiritual and material. ഭഗവാൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കൊണ്ട് ആൾ പെർവേസീവ് നേച്ചർ ആയതുകൊണ്ട് ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലും എന്തെല്ലാം നടക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന് അറിയാൻ പറ്റും. Thus, King Kulashekara says, this entire universe is a display of your magic power. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനെ തൻ്റെ ഒരു മായാശക്തി, ഒരു ജാലവിദ്യക്കാരൻ, മാജിക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു അതേപോലെ നമുക്ക് തോന്നും. ലോർഡ് കൃഷ്ണ ഈസ് നോട്ട് എ മൈനർ മാജിഷ്യൻ. ഒരു മൈനർ മാജിഷ്യൻ, നമ്മൾ ഒരുപാട് മാജിഷ്യൻ കാണുന്നുണ്ട്, ഒരുപാട് മാജിക്സും കണ്ടിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ മാജിക് അതുപോലെയല്ല. It's not a minor magician. He is Yogeshwara, the controller of all mystic potencies. എല്ലാ യോഗസിദ്ധിയുടെയും ഈശ്വരനാണ്. In the Bhagavad Gita 5.29, Lord Krishna declares Sarvaloka Maheshwaram. സർവലോക മഹേശ്വരം, എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരമാണ്. ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിരിച്ചത്. ഇതറിയുന്ന, ഈ മൂന്ന് തത്വങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് എപ്പോഴും ശാന്തി സമ്മതമായിരിക്കും. ഭോക്താറാം യജ്ഞതപസാം. എന്താണ്? ആരാണ് ഭോക്ത? ആരാണ് എൻജോയർ? നമ്മൾ വിചാരിക്കും നമ്മളാണ് എൻജോയ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ആക്ച്വൽ എൻജോയർ, സുപ്രീം എൻജോയർ ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഈ കയ്യിനെ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ കയ്യെ ഭക്ഷണം എടുത്തിട്ട് വയലിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് എൻജോയ്മെന്റ് തരുള്ളൂ. അതേപോലെ നമ്മളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം അൾട്ടിമേറ്റ്ലി ആരെ ആസ്വദിപ്പിക്കുന്നു? ഭഗവാനെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളാണ് എൻജോയ് ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഈസ് ദ ഓൺലി എൻജോയർ, പുരുഷ. We are being enjoyed by him. We are being enjoyed by him. അത് മനസ്സിലാക്കുന്നതിനാണ്. He is Yogeshwara, the controller of all mystic potencies. In the Bhagavad Gita 5.9, Krishna declares Sarvaloka Maheshwaram. I am the supreme controller of all universes. Moreover, Krishna controls all the universes effortlessly.
ഓക്കെ, യോഗനിദ്രയിൽ നമ്മൾ നിദ്രയിൽ പോയാൽ എന്താ സംഭവിക്കുക? ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. ഭഗവാൻ യോഗനിദ്രയിൽ പോയാൽ എന്താ? സൃഷ്ടി, അവിടെ സൃഷ്ടി നടക്കുന്നു. നിദ്രയിലും കൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ നിദ്രയിൽ പോയാൽ ഒന്നും നടക്കുന്നില്ല. കുംഭകർണ സേവ എന്നല്ലാണ്ട് വേറൊന്നുമില്ല. അല്ലേ? ഭഗവാൻ നിദ്രയിലും എന്താണ്? സൃഷ്ടിയാണ് നടത്തുന്നത്. അവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നു എല്ലാം. അതായത് ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് അനീലേഷൻ എല്ലാം ഭഗവാൻ നിദ്രയിൽ ചെയ്യുന്നു. പെർഫെക്റ്റ് ആയിട്ട്, പ്രിസൈസ്ലി പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് അവിടെ നടത്തുന്നു. അതാണ് ഭഗവാനും നമ്മുടെ വ്യത്യാസം. സോ മോറോവർ കൃഷ്ണ കൺട്രോൾസ് ഓൾ ദ യൂണിവേഴ്സസ് എഫേർട്ട്ലെസ്ലി. അപ്പോൾ അവിടെ എഫേർട്ട്, നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടണം. ഭഗവാൻ ചിന്തിച്ചാൽ മാത്രം മതി, ജസ്റ്റ് ആഗ്രഹിച്ചാൽ മാത്രം മതി, അത് നടക്കും. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3-4 വർഷം, ഇപ്പോൾ TOVP 10-12-13 വർഷമായി തുടങ്ങിയിട്ട് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. വലിയൊരു പ്രൊജക്റ്റാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത്രയും ആൾക്കാരുടെ എഫേർട്ട് എടുക്കുന്നുണ്ട്. വിശ്വകർമാവ് ഭഗവാന്റെ ഇച്ഛപ്രകാരം, മഹാദാനവൻ ഭഗവാന്റെ ഇച്ഛപ്രകാരം ആഗ്രഹിച്ചാൽ മതി. അവിടെ ദ്വാരക 10, 25, 40, 100 കൊല്ലമൊന്നും എടുത്തിട്ടില്ല. ഉണ്ടോ? അവര് ഭഗവാൻ ഇച്ഛിച്ചാൽ മതി, അതവിടെ മാനിഫെസ്റ്റ് ആയി. അപ്പൊ എഫേർട്ട്ലെസ്ലി ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഭഗവാന്റെ ഇച്ഛാശക്തി. ഭഗവാന്റെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇച്ഛിച്ചാൽ അത് നടക്കും. എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടക്കും. ഭഗവാൻ ഇപ്പൊ അവിടെ ഈ സമയത്ത് നമ്മളുടെ വീട്ടില് അവതരിക്കണം എന്ന് വെച്ചാൽ, മാനിഫെസ്റ്റ് വെച്ചാൽ നടക്കും. നമുക്ക് ടിക്കറ്റ് എടുക്കണം, പാസ്പോർട്ട് എടുക്കണം, വിസ എടുക്കണം, അതിന് ടിക്കറ്റ് എടുക്കണം, പ്ലാൻ ചെയ്യണം, എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തെല്ലാം പണികളുണ്ട് അല്ലേ? ഭഗവാൻ ഇച്ഛിച്ചാൽ മതി, ഞാനിപ്പോൾ ഈ സമയത്ത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യണം എൻ്റെ ഇന്ന രൂപത്തിൽ. He can do that. So I am the supreme controller of all universes. Moreover, Krishna controls the universes effortlessly. As Srila Prabhupada says, we should not think he is like Atlas. നമ്മൾ കണ്ടിട്ടില്ലേ ഭൂഗോളത്തിന്റെ അറ്റ്ലസ് ഒക്കെ? ആ ഒരു ഒരു മോഡലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലോ. അപ്പോൾ അതേപോലെ അല്ല, whom we see struggling to hold up the earth on his, അതായത് ഒരു ബലവാനായിട്ടുള്ള ആൾ ആ അറ്റ്ലസ്, ആ ഭൂഗോളം താങ്ങി പിടിച്ചിരിക്കുന്ന നല്ല മസിൽ പവറുള്ള ആള്. അതേപോലെ അല്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. അനന്തന്റെ ഹുഡ്സില് ഈ യൂണിവേഴ്സസ് എല്ലാം കടുകുമണി പോലെയാണെന്ന് പറയുന്നത്. ഇത്രയും ജൈജാന്റിക് യൂണിവേഴ്സസ്, പ്ലാനറ്റ്സ്, ഇതെല്ലാം ചെറിയ ചെറിയ കടുകുമണി പോലെയുള്ളൂ, ഒരു എഫേർട്ടും ഇല്ല. കൃഷ്ണ ആൾവേസ് ഹാസ് ഫ്രീ ടൈം ടു എൻജോയ് വിത്ത് ഹിസ് ലവിങ് അസോസിയേറ്റ്സ്. ഭഗവാൻ ടൈമിന്റെയും സ്പേസിന്റെയും അധീനത്തിലല്ല. നമ്മളെല്ലാവരും അതിന്റെ അധീനത്തിലാണ്. വി ആർ കൺട്രോൾഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. ഇന്നത്തെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞു, നമുക്ക് തിരിച്ചു കിട്ടില്ല. സമയത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഭഗവാന്റെ ധാമനും ഇല്ല, ഭഗവാന്റെ കാര്യങ്ങളിലും ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഫ്രഷ്, എവർ ഗ്രീൻ. ഭാവി, ഭൂതം, വർത്തമാനം ഇതൊന്നും ഭഗവാന് ബാധകമല്ല. ഭഗവാൻ എപ്പോഴും നിത്യയവനമായിട്ട് നിൽക്കുന്നത് ടൈം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സ്പേസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വളരുന്നത്, നമുക്ക് പരിണാമങ്ങൾ സംഭവിക്കുന്നത്. ഷഡ് പരിണാമം സംഭവിക്കുന്നത് ടൈം എലിമെന്റ് കാരണമാണ്. നമ്മളൊരു 10 കൊല്ലത്തെ മുമ്പത്തെ ഫോട്ടോ എടുത്ത് നോക്കും, 20 കൊല്ലത്തെ മുമ്പത്തെ ഫോട്ടോ എടുത്ത് നോക്കും. ഇനി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും, ഒരു 10 കൊല്ലത്തിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും, 20 കൊല്ലത്തിന് ശേഷം എങ്ങനെയായിരിക്കും, 30 കൊല്ലത്തിന് ശേഷം നമ്മൾ ഒരു എക്സ്ട്രാ വടിയും കൂടിയും കയ്യിലുണ്ടായിരിക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലേ? ഇതൊന്നും ഭഗവാന്റെ ബാധകമല്ല. കാരണം ടൈം ഡിറ്റീറിയേറ്റ്സ് എല്ലാം. ഭഗവാന് സമയത്തിന്റെ പരിധിയില്ല. ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഭഗവാന് തന്നെ പ്രൊപ്പറേറ്ററും കൺട്രോളറും എൻജോയറും മാസ്റ്ററും എല്ലാം ഭഗവാനാണ്.
ഒരു രാജാവിനെ എങ്ങനെ നിയമങ്ങൾ ബാധിക്കുന്നില്ല, അതേപോലെ സുപ്രീം കൺട്രോളിനെ ഇതൊന്നും ഭൗതിക തലത്തിലുള്ള ഒരു നിയമങ്ങളും ബാധിക്കുന്നില്ല. അതിന്റെ കീഴിൽ ഭഗവാൻ വരില്ല. നമ്മൾ ഇതിന്റെ എല്ലാം കീഴിൽ വരുന്നു, അധീനത്തിൽ വരുന്നു. അതുകൊണ്ട് നമ്മുടെ ടൈമും സ്പേസും എല്ലാം നമ്മളെ ബാധിക്കുന്നു. So Krishna always has free time to enjoy with his loving associates. ഇഷ്ടംപോലെ സമയമുണ്ട് ഭഗവാന്, നമുക്കേ സമയമില്ലാത്തുള്ളൂ. നമ്മളുടെ ക്ലോക്ക് ഈസ് ടിക്കിങ്. ഓക്കെ, ഓരോ ടിക്ക് പോകുമ്പോഴും നമ്മുടെ ആയുസ് കുറഞ്ഞിരിക്കുകയാണ്, കുറഞ്ഞു പോവാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ ഹരതി വൈപുംസാം, അല്ലെ, വിദ്യൻ അസ്തം പറഞ്ഞില്ലേ ആ ശ്ലോകത്തിൽ? എന്താ പറഞ്ഞ, ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ആയുസ് ഒരു ദിവസം കുറയാണ്, നമ്മൾ മരണത്തിനോട് അടുക്കാണ്. അപ്പൊ നമുക്ക് ആ ഒരു ദിവസം നഷ്ടപ്പെടാണ്. ഏത് വ്യക്തിക്കാണ് ദിവസം നഷ്ടപ്പെടുന്നത്? ആരാണോ ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാത്തത്, അവര് ഭഗവാനിൽ നിന്നും ഒരു ദിവസം പുറകോട്ട് പോകുന്നു, അതായത് മരണത്തോട് അടുക്കുന്നു. ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം ചെലവഴിക്കുന്നത്, അവർ ഭഗവാനോട് അടുക്കുന്നു, മറ്റവര് മരണത്തോട് അടുക്കുന്നു. ഇത്ര വ്യത്യാസമുണ്ട്. അപ്പൊ ഭക്തന്മാര് ഭഗവാനിലേക്ക് അടുക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഭക്തന്മാർ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ആയുസ് കുറയാണ്, അവരെ മരണത്തോട് അടുക്കുന്നു. ഇത്ര വ്യത്യാസമുണ്ട്. So for all these reasons, declares King Kulashekara, I have no interest in anyone but you. അപ്പൊ ഈ കാരണങ്ങളാൽ എനിക്ക് ഒരാളായിട്ടും ഒരു ഇൻട്രസ്റ്റും ഇല്ല എക്സെപ്റ്റ് യു. I want to take shelter of you alone, no one else, because you are the ultimate personality. തിരിച്ച് ഭഗവദ്ധാമിലേക്ക് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ. ലിബറേഷൻ, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി തരാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു വ്യക്തി അങ്ങ് മാത്രമാണ് മുകുന്ദ. അതുകൊണ്ട് എനിക്ക് വേറെ ആരും ആശ്രയം, ഷെൽട്ടർ ആവശ്യമില്ല എന്നാണ് ഇവിടെ തുളസിദാസ് പറയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद। हरे कृष्णा।